ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ സാധിച്ചു തന്ന് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ശക്തമായ അഫർമേഷനോടുകൂടി അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 8 of Wands ആണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 9, 1, 13, 6, 6, 2, 8. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. നിങ്ങൾക്ക് ഈ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾക്ക് ഈ ഒരു മാസം ഏതെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക, ഡേറ്റോ മന്തോ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം 7 of Cup എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു, ഒരുപാട് ചോയ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് പോലും അറിയാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ചോയ്സുകൾ നിങ്ങളെ തേടി എത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്. കൂടുതലും വന്നിരിക്കുന്നത് ഇവിടെ ഇമോഷണൽ സപ്പോർട്ടിംഗ് ആണ്. ജോലി സംബന്ധമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളെ സമീപിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, അതല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ, ഒരു വ്യക്തിയെ, പർട്ടിക്കുലർ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം, നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല ഒന്നിലധികം നിങ്ങൾക്ക് ഓഫറുകൾ വരാനുള്ള സാധ്യതകൾ ഈ 48 മണിക്കൂറിനുള്ളിൽ കാണുന്നു. ഒന്നിലധികം ആൾക്കാരുടെ പ്രപ്പോസൽ നിങ്ങളെ തേടിയെത്തുന്നു. അതുപോലെ തന്നെ പണവുമായി ബന്ധപ്പെട്ടോ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടോ നിങ്ങളിത് നോക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒന്നിലധികം, നിങ്ങൾ വിചാരിച്ചതിലും അധികം ആലോചനകൾ എല്ലാം നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത്. ചോയ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതിനായി യൂണിവേഴ്സിന് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, രണ്ടാമതായി വന്നിരിക്കുന്നത് 9 of Swords എനർജിയാണ്. നിങ്ങൾ ഉറക്കം പോലും ഇല്ലാതെ നിങ്ങൾ രാത്രിയിൽ വിഷമിച്ചിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന, ഡിപ്രഷൻ അടിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ചില യാത്രകളാണ് ഇവിടെ കൂടുതലായി വന്നിരിക്കുന്നത്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ മാനസികമായി ലോങ് ഡിസ്റ്റൻസിലോ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. ചില യാത്രകളാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേൾഡിലോട്ട് തന്നെ ഒരു യാത്ര നിങ്ങൾക്ക് ഇവിടെ കാണുന്നു. ഓക്കെ, നിങ്ങൾ യാത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യാത്ര കൂടി കാണുന്നു. നിങ്ങളുടെ പാഷൻ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പാഷനെ അനുബന്ധമാക്കിയുള്ള ഒരു യാത്രയാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ എന്താണോ ആ ഒരു മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിൽ സക്സസ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ചിലപ്പം ഇന്നലെയൊക്കെയുള്ള രാത്രികളിൽ നിങ്ങൾക്ക് ഉറക്കമില്ലാതെ ഇതുപോലെ നിങ്ങൾ ഇരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓവർ തിങ്കിങ് എടുക്കരുത്. നെഗറ്റീവ് തോട്ട് നിങ്ങൾക്കില്ലാതിരിക്കട്ടെ. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഭയപ്പെടുത്താതെ ഇരുന്നാൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ഹോളി സ്പിരിറ്റ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് നിങ്ങൾ നിന്ന് കരയുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ വന്നു ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് അഫർമേഷൻ ചെയ്യുക. തെല്ലും ഒരു അല്പം പോലും നിങ്ങൾക്ക് വിഷമം കൂടാതെ അല്ലെങ്കിൽ അതിനെ സംശയിക്കാതെ നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും വന്നു ചേരുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്.
ചില കർമ്മകൾ നിങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നു. ചില കർമ്മകൾ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന ചില വ്യക്തികൾ ആ ഒരു ഇഗ്നോറിങ് കർമ്മ അവസാനിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം. കുറേ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ അവസാനിക്കുകയാണ്. അത് ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കർമ്മ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ സണ്ണ് നിങ്ങൾക്ക് ഉദിച്ചിരിക്കുന്നു. ആ ഒരു ഡാർക്ക്നെസ്സിന് മുകളിലൂടെയാണ് നിങ്ങൾക്ക് സണ്ണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അമേസിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്കൊരു പുതിയ സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നത്. വളരെ സ്പീഡിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ കർമ്മ അവസാനിച്ചു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സണ്ണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇതിനെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കാർമികമായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രഭാതം നിങ്ങളിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം കാണാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും, നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെങ്കിലും ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ഒരുപാട് തളർത്തുന്നതായി കാണുന്നു. ഓക്കെ, ചെറിയ കാര്യങ്ങളിൽ ഭയപ്പെട്ട് നിങ്ങളുടെ നന്മകളും ബലങ്ങളും എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ ചില ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടതോ, അല്ലെങ്കിൽ സ്വന്തം ചെയ്യാത്ത തെറ്റുകൾക്ക് സ്വന്തമായിട്ട് ഒരു ജസ്റ്റിസ് വേണം, എനിക്ക് നീതി വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിൽക്കുന്നു. നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില നെഗറ്റീവ് തോട്ടുകൾ കാരണം നിങ്ങളെ ഒരുപാട് ടെൻഷൻ ആക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു. ഇവിടെ കിങ് സോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യൂനും വന്നിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി നല്ല രീതിയിൽ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എനർജി ഇവിടെ കൂടുതലായി കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയർ സംബന്ധമാണെങ്കിലും, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് സംബന്ധമാണെങ്കിലും, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയാണ്. ആരാണോ നിങ്ങൾക്ക് എതിരായി നിന്നത്, അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കെതിരായി നിന്ന വ്യക്തികൾക്ക് മേലിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് ലവേഴ്സിൻ്റെ കാർഡാണ്. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നുകിൽ നിങ്ങളിലേക്ക് വീഡിയോ കോളോ അല്ലെങ്കിൽ കോൾ മെസ്സേജോ വഴി നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. ദ വേൾഡിൻ്റെ കാർഡാണ്. അല്ലെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ പുറത്തായിരിക്കും. ദ വേൾഡിൻ്റെ കാർഡ് പുറത്താണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിന് ഇവിടെ സാധ്യത കാണുന്നുണ്ട്. കൂടുതലായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ്, വിവാഹത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പുറത്തായിരിക്കും. നിങ്ങൾ തങ്ങളിൽ ഒരു ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആദ്യമായി തുടങ്ങുന്നു. ഓക്കെ, എല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്ന ഒരു കാർമിക് സിറ്റുവേഷൻ എല്ലാം അവസാനിച്ചു കൊണ്ട് നിങ്ങൾ പുതുതായി നിങ്ങളുടെ ജീവിതത്തെ എത്തുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഹാപ്പിനെസ് ആണ് വന്നിരിക്കുന്നത്. ഏഞ്ചൽ ബ്ലെസ്സിങ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് സാമ്പത്തികവുമായിട്ടാണെങ്കിലും ശരി, നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നതിനാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ വിദേശത്തേക്ക് കടന്നുപോയി ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന അതുമായി സംബന്ധിച്ചാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉറച്ച ഒരു വിശ്വാസം വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ ജോലി അവിടെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്ത് വിഷയത്തിന് മേലാണോ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിന് ഒരു ഉറപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് ഈ 48 മണിക്കൂറിനുള്ളിൽ ഒരു ഓഫർ വരുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്കൊരു ഓഫർ വരുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
വീണ്ടും വന്നിട്ടുണ്ട്. ഒരു ഓഫറാണ് വരുന്നത്, ഒരു വിവാഹത്തിൻ്റെ ഓഫർ തന്നെയാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഓക്കെ, 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഒരു ഓഫർ നിങ്ങളിലേക്ക് തേടിയെത്തുന്നു. വിവാഹ ഓഫറാണ് വരുന്നത്. സക്സസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത്, ചില പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ, ചില വ്യക്തികളെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റിനെ കാണുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഏതെങ്കിലും ടാരോ റീഡറിനെ അല്ലെങ്കിൽ അമ്പലത്തിലോ ഏതെങ്കിലും വിശുദ്ധ സ്ഥലങ്ങളിലോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആണോ നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്, അതിന് നിങ്ങൾക്കൊരു ഓപ്പൺ തുറക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തുറക്കുകയാണ്. ഇതുവരെ തടസ്സമായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ തുറക്കപ്പെടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും കോള് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ചലഞ്ച് ചെയ്തിരുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നത്, ആ നഷ്ടങ്ങളിലേക്ക് മാത്രം നിങ്ങൾ നോക്കി നിൽക്കാതെ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ സന്തോഷത്തെ നിങ്ങൾ വരവേൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വളരെ സ്പീഡിനുള്ളൊരു ഗ്രോത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ സ്പീഡാണ് കാണിക്കുന്നത്. ഓക്കെ, സ്ട്രെങ്തോട് കൂടിയുള്ള ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ദ എംപ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായും വിദേശത്തേക്ക് കടന്നു പോകുന്നതിനാണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഗ്രോത്താണ് നിങ്ങൾക്ക് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, സക്സസിൻ്റെ മേൽ സക്സസ് ആണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കത് സാധിച്ചെടുക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി നടത്തിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിങ്ങളുടെ 48 മണിക്കൂറിനുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, 3 കാർഡ്സ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ഓരോരോ ആഗ്രഹങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം സാധ്യമാകുമോ? കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓപ്പൺ ആകാതെ നിങ്ങൾ വളരെ ടെൻഷനിലൂടെയും നെഗറ്റീവ് തോട്ടുകളിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല, കുറേ നാളായി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇനി ഇതൊന്നും മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ടെൻഷനായിട്ട് ആ ഒരു ഹീലിംഗ് സംഭവിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് മടുത്തു പോയ ഏതെങ്കിലും വിഷയം നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജി, ഒരു അത്ഭുത വിളക്ക് പോലെ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളെയും കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം യൂണിവേഴ്സ് നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇവിടെ തുറക്കപ്പെടാത്ത ഒരു കപ്പിൽ നിങ്ങൾ വിഷമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അത്ഭുത വിളക്ക് നിങ്ങൾക്ക് ഇവിടെ തുറക്കപ്പെടുന്നതോടുകൂടി ഇത്രയും കപ്പുകളാണ് നിങ്ങൾക്ക് തുറക്കപ്പെടുന്നത്. നിങ്ങൾ ഒരു കപ്പിന് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടാൻ പോകുന്നത് 9 കപ്പുകളാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ വലിയ അനുഗ്രഹമാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള അത്രത്തോളം ഇമോഷണൽ അറ്റാച്ചുള്ള ഒരു ബന്ധത്തെ കൂടി ഇവിടെ കാണിക്കുന്നു. നിങ്ങളുടെ ഇടയിലുള്ള ചില ഇമോഷണൽ കാര്യങ്ങൾ
അടഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ഹാങ്ഡ് സിറ്റുവേഷൻ ആയിരിക്കും. കുറേ നാളായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാതെ മൂവ് ഓൺ ചെയ്ത് പോകാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ഹാങ്ഡായി കിടക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ എല്ലാം പ്രാർത്ഥിച്ച് തളർന്ന് ഇനിയിപ്പോൾ യൂണിവേഴ്സിൽ തന്നെ സറണ്ടറായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ, അതിനെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവയർനെസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. മോശപരമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, ഏത് സാഹചര്യം ഏത് തന്നെ ആവട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം വളരെ ഇളകി മറിയുന്ന ഒരുപാട് തിരകളുള്ള ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളെ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടുകളയുവാൻ നിങ്ങളുടെ യൂണിവേഴ്സ് തയ്യാറാകുന്നില്ല. ഓക്കെ, നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഈ ഒരു കാര്യം അവസാനിച്ചു, ഇനി മുന്നോട്ട് പോകില്ല, സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരമായിട്ട് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ നിങ്ങൾ വളരെ ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളാണ്, മനസ്സിൽ ടെൻഷനാണ്. ഓക്കെ, ചില വ്യക്തികൾ ടാബ്ലറ്റ്സ് പോലും ഉറങ്ങുന്നതിനോ അല്ലെങ്കിൽ തലവേദനയ്ക്കോ ബിപിക്കോ മറ്റോ ടാബ്ലറ്റ്സ് പോലും കഴിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നു. ചില വ്യക്തികൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അത്രത്തോളം ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രതിബന്ധനങ്ങളെയും നിങ്ങൾ തകർത്തിരുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതിനെയെല്ലാം ദൂതൻ ഇറങ്ങി വന്നു നിങ്ങളുടെ ചങ്ങലകളെ പൊട്ടിക്കാൻ പോകുന്നു. ഓക്കെ, ഇതുവരെയും നിങ്ങൾ വളരെ വേദനിച്ചു കൊണ്ട് നിങ്ങൾക്ക് ആരെയും ഫേസ് പോലും ചെയ്യാൻ കഴിയാത്ത വണ്ണം വേദനിച്ച് നിന്ന ഒരു സിറ്റുവേഷനെ യൂണിവേഴ്സ് ചങ്ങലകൾ പൊട്ടിക്കുകയാണ്. ദൂതൻ ഇറങ്ങിയിരിക്കുകയാണ്, നിങ്ങളുടെ മുന്നിൽ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ ബന്ധിച്ചിരുന്നതായ ഏത് ഡാർക്ക് എനർജിയാണോ, ഏത് ബ്ലാക്ക് എനർജിയാണോ, അതിനെയെല്ലാം പൊട്ടിച്ച് തകർത്തുകൊണ്ട് യൂണിവേഴ്സ് ദൂതനെ ഇറക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഓക്കെ, അതാണ്ട് ഇവിടെ പൊട്ടിച്ചെറിയുന്ന എനർജിയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് യാതൊന്നും കാണാൻ കഴിയാതെ ഇരുന്നു എങ്കിൽ ഇവിടെ ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഡെവിൾ നിങ്ങളെ കെട്ടിയിട്ടിരുന്നതായിട്ടുള്ള പല ചിന്തകളിൽ നിന്നും പല നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും ദൂതൻ നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഉടൻ തന്നെ മാറുന്നതാണ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവോട് കൂടിയിരിക്കുക. നിങ്ങൾ പോസിറ്റീവായി ഇരുന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ, ഈ കാർഡ് സെലക്ട് ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ അവർക്ക് സാധ്യമാകുമോ? മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട്. 3 കാർഡ്സിൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റീയൂണിയന് വേണ്ടിയിട്ടുള്ള കാർഡ്സാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി, അവരുടെ പേഴ്സണുമായിട്ട് റീയൂണിയൻ സാധ്യമാകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ റീയൂണിയൻ സാധ്യമാണ്. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയനുള്ള സാധ്യത ഉണ്ട്. ദ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ മുന്നിൽ മറഞ്ഞിരുന്നതായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പണായി വരുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. രണ്ടാമത് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ റീയൂണിയൻ സാധ്യമാണോ? ഇപ്പോൾ നിങ്ങൾ വളരെ വിഷമത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ്. ഒന്നുകിൽ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. മനസ്സിലൊരു കുറ്റബോധം തോന്നിയിരിക്കുന്നു. നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് തേർഡ് പാർട്ടിയുടെ ഭയം അവരിലേക്ക് നിൽക്കുന്നതായി കാണുന്നു. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ചില തേർഡ് പാർട്ടികളെ ഭയന്നുകൊണ്ട് നിങ്ങൾ മാനസികമായി തകർന്ന് നിങ്ങൾ കിടന്നിരുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ഒരു വിജയമാണ് വരുന്നത്. ഒരു വിജയ പതാക നിങ്ങൾക്കിവിടെ ഉയർന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വന്ന് ചേരാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിജയം വന്നതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് റീയൂണിയൻ രണ്ടാമത്തെ കാർഡുകാർക്കും സാധ്യമായിരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ കാർഡുകാർക്ക് നിങ്ങൾ ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു റീയൂണിയന് സാധ്യത കാണുന്നില്ല. കാരണം നിങ്ങൾ ഫുള്ള് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ടത് എന്താണോ അതിനുവേണ്ടി മാത്രം നിങ്ങൾ ആ ഒരു നഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നുപോയി നിങ്ങൾക്ക് തരാനുള്ളത് തരുന്നില്ല എന്നുള്ള, നിങ്ങൾക്ക് സമയമോ സ്നേഹമോ തരുന്നില്ല എന്നോർത്ത് ആ നഷ്ടങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ മറ്റ് ഓഫറുകൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പോലും നിങ്ങളതിൽ ശ്രദ്ധിക്കാതെ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ നഷ്ടങ്ങളിലേക്ക് നോക്കുന്നത് കൊണ്ട് നിങ്ങൾ ഫുള്ള് നെഗറ്റീവ് എനർജിയായി മാറിയിരിക്കുന്നു. അപ്പോൾ സ്വയം തന്നെ നിങ്ങൾ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയായി കാണുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ 7 ചക്ര ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷൻ മാറാതെ നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമല്ല. ഓക്കെ, നിങ്ങൾ ഹാപ്പിയായി ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരുള്ളൂ. കാരണം നമ്മൾ കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷമം വരുന്ന സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ നിരത്തിയായിരിക്കും നിങ്ങൾ കരയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, പല പല ചോദ്യങ്ങളാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈ മനസ്സിന് ഉപബോധ മനസ്സിൻ്റെ ശക്തി ഇത് അട്രാക്റ്റ് ചെയ്ത് യൂണിവേഴ്സിലേക്ക് അയക്കുമ്പോൾ വലിയ പരുവമാണ്. അപ്പോൾ ആ അവിയൽ പരുവത്തിൽ ഇതിലേതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉടൻ ആവശ്യമെന്ന് യൂണിവേഴ്സിന് മനസ്സിലാകില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളെ ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. യൂണിവേഴ്സിൽ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും. കാരണം നമ്മൾ സന്തോഷിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഒറ്റ വിഷയത്തിലായിരിക്കും, അല്ലെങ്കിൽ ജീവിതകാലത്തിൽ മൊത്തവും സന്തോഷിച്ച് എല്ലാ കാര്യങ്ങളും പറക്കി എടുത്തുകൊണ്ട് വന്നല്ല നമ്മൾ സന്തോഷിക്കുന്നത്. ആ സന്തോഷിക്കാനായിട്ട് ആ നിമിഷമുണ്ടായ എന്ത് കാര്യമാണോ ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ തലച്ചോറിൽ ആ ഒരു സമയത്ത് നിൽക്കുന്നുള്ളൂ. അത് തന്നെ ആയിരിക്കും യൂണിവേഴ്സിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും നമുക്ക് സന്തോഷങ്ങൾ വന്നു ചേരാൻ ഇടയാകും. അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാകും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റൊരു ഓഫർ വരുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷമുള്ള നിമിഷങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ കാണാതെ പോകുന്നത് ഈ ചരിഞ്ഞു കിടന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയിരിക്കുന്നതായ കപ്പിലേക്ക് നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായ ചില വ്യക്തികൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതിലേക്ക് നിങ്ങൾ മാറുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിലധികം ഓഫറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും വീണ്ടും ആ 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടതിലേക്ക് മാത്രമാണ് നോക്കി നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മറ്റ് ചില വ്യക്തികൾ കപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ കെട്ടപ്പെട്ട് ബന്ധിച്ചിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ അതിമനോഹരമായ ഗ്രോത്തുകൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിൽ റീയൂണിയന് സാധ്യത 1ഉം 2ഉം കൂടുതലായി കാണുന്നു. ഓക്കെ, മൂന്നാമത്തെ കാർഡ്സുകാർക്ക് പുതിയൊരു വ്യക്തിയാണ് ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മക്കൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മക്കളുടെ ഫ്യൂച്ചർ, മക്കളിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹം എന്താണ്. ഓക്കെ, പ്രായപൂർത്തിയായ മക്കളെക്കുറിച്ച് ഓർക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മക്കളിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹം എന്താണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങൾക്കിത് ഒന്നിലധികം മക്കൾക്ക് വേണ്ടിയിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സെലക്ട് ചെയ്ത
മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യം സക്സസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സമാധാനം സന്തോഷമുള്ള ചില കാര്യങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം കുടുംബജീവിതത്തിൽ അനുഗ്രഹം വരുന്നുണ്ട്, ഒരു ഫെർട്ടിലിറ്റി വരുന്നുണ്ട്, ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുന്നതാണ്. ഓക്കെ, എന്താ വീണ്ടും വന്നിട്ടുണ്ട് എംപ്രസ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് ഇതുവരെയും വിഷമം ഉണ്ടായിരുന്ന ഏത് കാര്യമാണോ ആ കാര്യത്തിൽ ഒരു ഗ്രോത്ത് ആണ് വരുന്നത്. ചില കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം, ഗ്രോത്ത് ഇവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ചില ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഇത് നോക്കിയതെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ജോലി ലഭ്യമാകുന്നു. സ്ട്രോങ് ആണ് വന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് സ്ട്രോങ് ആണ്, ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം 100-ൽ 110% സക്സസ് ആണ്. നിങ്ങൾ ഡ്രീം കണ്ടിരിക്കുന്ന കാര്യം സക്സസ് ആണ് വന്നിരിക്കുന്നത്. താങ്ക് യു. രണ്ടാമത് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ കുട്ടികൾ വളരെ ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് വേണം. അവരെ ടെൻഷൻ ആക്കാതെ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടോടുകൂടി നിങ്ങൾ നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, കൂടുതൽ അവർക്ക് പ്രശ്നങ്ങളിലേക്ക് അവരെ കടത്തിവിടാതിരിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ആൻസൈറ്റി പോലുള്ള മാനസികമായ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളെയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊടുക്കുന്നതായ ചില കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നില്ല. ചില കോൺഫ്ലിക്റ്റുകൾ അവരുടെ മനസ്സിലുണ്ടാകുന്നു. ചില വ്യക്തികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തോ ചില അവരാഗ്രഹിക്കുന്നതും വിശ്വസിച്ചതുമായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും ഒരു കോൺഫ്ലിക്റ്റ് അവർക്ക് മനസ്സിന് തകർക്കുന്നതായ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായി കാണുന്നു. ഇപ്പോഴും ആ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ആ വിഷമിച്ചതായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കി വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴും കാണുന്നത്. ഓക്കെ, അവരെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷനുകൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നു. അതിലേക്ക് മാത്രമാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് അവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നതായിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ല. കാരണം ചുറ്റുപാടും അവർ ഡാർക്ക് എനർജി ആയിട്ടില്ല, പക്ഷേ അവരിൽ ചെറിയ ചെറിയ രീതിയിൽ നെഗറ്റിവിറ്റീസ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് അവരുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളാണ് അവർക്ക് ഡാർക്ക്നെസ് ആക്കിയിരിക്കുന്നത്, നെഗറ്റീവ് എനർജികളാക്കിയിരിക്കുന്നത്. അവർ ഡാർക്ക്നെസ്സിലേക്ക് കടന്നു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ച് നിൽക്കുക. അവർ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും അവരെ മാറ്റിക്കൊണ്ടുവരിക. അവർക്ക് വേണ്ടി യൂണിവേഴ്സ് ഇവിടെ ഒരു കപ്പ് ഒരുക്കി വെച്ചിരിക്കുന്നു, പക്ഷേ അതിലേക്ക് നോക്കുവാൻ സാധിക്കുന്നില്ല. അവർ മുഖമുയർത്തി നോക്കുന്നില്ല, യൂണിവേഴ്സിലേക്ക് നോക്കുന്നില്ല. ഓക്കെ, അവർക്ക് ആ ഒരു സങ്കടത്തിൽ തന്നെ, അവരൊരു കംഫർട്ട് സോണിൽ തന്നെ അവർ ഒതുങ്ങി നിൽക്കുന്നു. ആ സങ്കടത്തിൽ തന്നെ ഇരിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് കാരണം അവരിലേക്ക് അനുഗ്രഹം വന്നു ചേരുന്നില്ല. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുക. അവരെ മാനസികമായി സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, മൂന്നാമത് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഗ്രോത്താണ്, സക്സസ് ആണ് വന്നിരിക്കുന്നത്. വിവാഹം സംബന്ധിച്ചാണെങ്കിലും ജോലി സംബന്ധിച്ചാണെങ്കിലും ഒരു സക്സസ് അനുഗ്രഹമാണ്, ഒരു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതിനൊരു സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വളരെ വേദനിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ചില സാമ്പത്തിക പ്രശ്നത്തിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, ചില കരിയറുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെല്ലാം ഒരു സക്സസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു മാനസിക വിഷമങ്ങളിൽ നിന്നെല്ലാം അവസാനിച്ചുകൊണ്ട് ഇവിടെ സെലിബ്രേഷൻ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ മക്കൾക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് ഇനി മുന്നോട്ട് ഉള്ളത്. ഓക്കെ, ഇവിടെ ഈ രണ്ടാമത്തെ കാർഡുകാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അവരുടെ തോട്ടാണ് പ്രശ്നം. അവരുടെ തോട്ടിൽ നിന്ന് മാറുക. യൂണിവേഴ്സ് ഇവിടെ അവർക്ക് അനുഗ്രഹവുമായി തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട്, പക്ഷേ യൂണിവേഴ്സിലേക്ക് അവർ നോക്കുന്നില്ല. അവരുടെ നെഗറ്റീവ് തോട്ടുകളിൽ തന്നെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മെഡിസിൻ നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ. ആ മെഡിസിൻ കഴിക്കുവാൻ തയ്യാറാകാത്ത വ്യക്തികൾക്ക് അനുഗ്രഹം പുറകിലായിരിക്കും, അതൊരിക്കലും അവർ കാണില്ല. ഓക്കെ, അപ്പോൾ സ്വയം ചിന്തിക്കണം, എനിക്ക് ഇതിൽ നിന്നും ഒരു ഹീലിംഗ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഹീലിംഗ് സംഭവിക്കുന്നത്. ഇഗ്നോർ ചെയ്യുന്നവർക്ക് നെഗറ്റീവ് തോട്ടിലേക്ക് കടന്നു പോകുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിൽ ഹീലിംഗ് വരാനുള്ള സാധ്യത കൂടുതലായി
വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ അനുഗ്രഹം വരുള്ളൂ. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ്, ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. എൻ്റെ വ്യൂസ് ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നതായ വ്യക്തികൾ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത് എന്താണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവർ ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പുറത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അവർ ഇഗ്നോർ ചെയ്തോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കോളോ മെസ്സേജോ തരാത്ത ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതിലെങ്കിലും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളോട് കാണിച്ച പ്രവൃത്തികൾ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് വെയിറ്റിങ്ങിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല രണ്ടുപേർക്കും കൂടി ഉള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവരുടെ വാക്കുകളെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് ചില വാക്കുകൾ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് ഹീലാവുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സ് ഹീലാകണം, അല്ലെങ്കിൽ ആ ഉണ്ടായ സംഭവങ്ങളെല്ലാം കാലം ഒന്ന് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് അവരുടെ വായിൽ നിന്നും പുറപ്പെട്ടു വന്നിട്ടുള്ള ചില വാക്കുകൾ അത് തിരിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാർഡ്സ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ നല്ലൊരു ഓഫറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് വളരെ സന്തോഷമാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളെ കാണണമെന്നും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന് അവർ ഒരു വിലയും അവരുടെ ലൈഫിന് കൊടുക്കുന്നില്ല എന്നാണ് അവർ നൽകുന്ന മെസ്സേജ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് ഡേറ്റ് എടുക്കേണ്ടതാകുന്നു. ഓക്കെ, താങ്ക് യു.